ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഉഗ്ര സ്നാക്കാണ്. അപ്പോൾ ഇത് പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴം പൊരിയാണ്. അപ്പോൾ ഇത്രമാത്രം ക്രിസ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 4 പഴമാണ് എടുത്തത്. അത് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല പഴുത്ത പഴമല്ല നമുക്ക് വേണ്ടത്, മീഡിയം സൈസ് പഴുത്തതാണ്. കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു വിചാരിച്ച പോലെ അങ്ങനെ വരില്ല. നല്ലോണം ഓയിൽ പിടിച്ചിട്ട് നമ്മൾ ആ വിചാരിച്ച ഒരു ക്രിസ്പി ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പഴുക്കാത്ത പഴമാണ് വേണ്ടത്. അപ്പോൾ പച്ചയായും പാടില്ല, അങ്ങനത്തെ പഴമാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നടുവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം ഞാനിതുപോലെ കട്ട് ചെയ്യുന്നത്. കട്ടിങ്ങിലും ചെറിയൊരു മാറ്റമുണ്ട്. ഈ ഒരു പഴത്തിന് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് തിന്നാക്കിയിട്ടുമില്ല, നല്ല തടിയും അല്ലാത്ത രീതിയിലാണ് വേണ്ടത്. കൂടുതൽ തടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് 5 പീസൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ അതുപോലെ നീളത്തിലാണ് നമുക്കിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാ പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗളിലോട്ട് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മളെടുത്ത നേന്ത്രപ്പഴത്തിന് അധികം മധുരം ഉണ്ടാവില്ല, അധികം പഴുക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1 കപ്പ് മൈദ എന്നുള്ള കണക്കിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം ലൂസായിട്ടുള്ള ബാറ്ററല്ല നമുക്കിതിലേക്ക് വേണ്ടത്, കുറച്ചൊക്കെ കട്ടിയായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മൈദയും വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാനിതിലേക്ക് 3/4 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക, കട്ടിയൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വിധത്തിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോ പഴം എടുത്ത് ഇതുപോലെ ഈ ഒരു ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കൂടിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്ത് ആക്കി കൊടുക്കാം. സിമ്പിളാണ്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിലും ചെറിയൊരു മാറ്റം മാത്രം, പക്ഷേ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. നല്ല ക്രിസ്പിയാണ്. നല്ല ചൂടോട് കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പഴവും ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കിയ ശേഷം ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും കൂടെ കൂടുന്നത്. അപ്പോൾ പഴമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഇതിടേണ്ടത്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പഴവും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറക്കാട്ടോ. നല്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് ഇടുന്ന സമയത്ത് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ നല്ല ഫ്ലെയിം കുറച്ച് ഒന്ന് ആ ഒരു ഭാഗം നല്ല ക്രിസ്പി ആയ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഫ്ലെയിം കുറക്കാനും പാടില്ല, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ പിന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറ കടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പഴംപൊരിയാണ്. അപ്പോൾ ഈ ഒരു പഴം കൊണ്ട് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.